ഭൂമിയിൽ വൈറസ് വന്നിട്ട് ആളുകളെല്ലാം തന്നെ ഇല്ലാതായിട്ടുണ്ട്. ബാക്കി ശേഷിക്കുന്ന മനുഷ്യന്മാരാവട്ടെ ഇപ്പോൾ കാനിബൽസ് ആയി മാറിയിട്ടുണ്ട്. നമ്മുടെ ഹീറോ ആയിട്ടുള്ള ജെയ്ക്കും കുടുംബവും ഈ ഒരു കാനിബൽസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പെടാപ്പാട് പെടുകയാണ്. ഭൂമിയിൽ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാർ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒട്ടും വൈകിക്കുന്നില്ല, നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ജെയ്ക്കിനെയും അവൻ്റെ അച്ഛനെയുമാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഇപ്പോൾ ഒരു പന്നിക്കുട്ടനെ വേട്ടയാടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അതിന് നേരെ അമ്പെയ്തെങ്കിലും അത് പരിക്കേറ്റിട്ട് ഇപ്പോൾ എങ്ങോട്ടേക്കോ ഓടിപ്പോകുന്നുണ്ട്. ഇവർ വിടുമോ? ഇവരും പിന്നാലെ തന്നെ പോകുന്നുണ്ട്. 2-3 പ്രാവശ്യം അമ്പ് ചെയ്യുന്നുണ്ട്. അതിലൊരെണ്ണം കൊണ്ടതിന് ശേഷം ഇവരതിൻ്റെ പിന്നാലെ ആ ചോരപ്പാടുകളൊക്കെ കണ്ട് പോയി നോക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു തടാകത്തിലേക്ക് ഈ ഒരു പന്നിക്കുട്ടൻ വീട് കിടക്കുന്നതും ഇവർ കാണുന്നുണ്ട്. പക്ഷേ അതവരെടുക്കുന്നില്ല. ജെയ്ക്ക് അത് എടുക്കാനായിട്ട് പോയപ്പോൾ അവൻ്റെ അച്ഛൻ തടയുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഈ തടാകത്തിലെ വെള്ളം പോലും ഇപ്പോൾ വിഷമാണ്. അങ്ങനെ അച്ഛനും മകനും കൂടി വീണ്ടും ഭക്ഷണത്തിനായിട്ടുള്ള തെരച്ചിൽ ആരംഭിച്ചു. പോകുന്ന വഴിയിൽ ഒരു ചെറിയ കുട്ടിയുടെ ചെരുപ്പ് അവർക്ക് കിട്ടുന്നുണ്ട്. ജെയ്ക്കിൻ്റെ അച്ഛൻ ആ ഒരു ചെരുപ്പ് പരിശോധിച്ച് നോക്കുന്നുണ്ട്. ശേഷം ഇവർ വീണ്ടും അവിടെ നിന്നും നടന്നു പോവുകയാണ്. പിന്നെ ഒരുപാട് ദൂരം നടന്നപ്പോഴാണ് ഒരു വാഹനം അവിടെ കിടക്കുന്നത് ഇവർ കാണുന്നത്. അതിനുള്ളിലായിട്ട് എന്തെങ്കിലും ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടോ എന്ന് നോക്കുകയാണ് രണ്ടുപേരും. 2 വണ്ടി ഉണ്ടായിരുന്നു. ഒരു വണ്ടിയിൽ നമ്മുടെ ജെയ്ക്കും ഒരു വണ്ടിയിൽ അവൻ്റെ അച്ഛനും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനയ്ക്കിടയിൽ നമ്മുടെ ജെയ്ക്കിനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്നും സിഗരറ്റ്സും അതുപോലെ തന്നെ ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റും കിട്ടുന്നുണ്ട്. പക്ഷേ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇവനത് പറയുന്നേയില്ല, അത് മറച്ചു വെക്കുന്നുണ്ട്. ആ ഒരു ബിസ്ക്കറ്റ് അവനെടുത്ത് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അച്ഛൻ അത് കാണുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് അവൻ പുറകോട്ട് നോക്കുന്നുമുണ്ട്. അപ്പോഴാണ് അച്ഛൻ എന്തോ കണ്ട് പേടിച്ചിട്ട് കാറിനകത്തേക്ക് വരുന്നത് അവൻ കാണുന്നത്. മറ്റൊന്നുമല്ല, അങ്ങോട്ടേക്ക് ഒരു കൂട്ടം ചെന്നായ്ക്കളും മറ്റൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തീർന്നു തന്നെ എന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് കാറിൻ്റെ ഉള്ളിൽ ഇപ്പോൾ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറേ നേരം അതിൻ്റെ ഉള്ളിൽ തന്നെ അവരിരുന്നു. ജയിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ അച്ഛൻ തന്നെ അവനെ വിളിച്ച് എണീപ്പിക്കുന്നുണ്ട്. ശേഷം അവർ വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വീട്ടിലെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ബിസ്ക്കറ്റിൻ്റെ കവറ് നമ്മുടെ ജെയ്ക്ക് കളയുന്നുണ്ട് വഴിയിലായിട്ട്. എന്നിട്ട് ഇപ്പോൾ ഇവർ വീടെന്ന് പറയുന്നത് ദേ ഇതാണ്. പൈൻമരങ്ങൾക്ക് നടുവിലായിട്ട് ഒരുപാട് കമ്പുകളൊക്കെ കൂട്ടി വെച്ചിട്ട് അധികം ആർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കുഞ്ഞു വീട്. അവിടെയായിട്ട് അവൻ്റെ പെങ്ങളും ഉണ്ടായിരുന്നു. ജെയ്ക്കിൻ്റെ പെങ്ങളുടെ വയറിൻ്റെ ഭാഗത്തായിട്ട് ഒരു മുറിവുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. പക്ഷേ അവൾക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവർ വെള്ളം കുടിക്കുന്നത് പോലും ഇപ്പോൾ ബാഷ്പീകരിച്ചിട്ടും മറ്റുമാണ്. അതും ഓരോരുത്തർക്കും കൃത്യമായിട്ടുള്ള അളവിലാണ് അച്ഛൻ അത് പകർന്നു കൊടുക്കുന്നത്. മറ്റൊരു ഭക്ഷണവും ഇവർക്ക് കഴിക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല അന്ന് രാത്രി. അങ്ങനെ കിടക്കാൻ നേരമായപ്പോഴത്തേക്കും നമ്മുടെ ജെയ്ക്കാണെന്നുണ്ടെങ്കിൽ അവൻ്റെ പെങ്ങൾക്ക് മരുന്നെടുത്ത് കൊടുക്കുന്നുണ്ട്. ബിസ്ക്കറ്റ് മാത്രമാണ് അവൻ്റെ അച്ഛന് ജെയ്ക്ക് കൊടുക്കാതിരുന്നത്. ആ സിഗരറ്റ് കുറ്റികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു കടലാസിൽ പൊതിഞ്ഞിട്ട് പുറത്തു പോയിട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം ജെയ്ക്കിൻ്റെ അച്ഛൻ പുറത്ത് തന്നെ ഇരുന്നു. അതിനുശേഷം അകത്തേക്ക് പോയി കിടക്കുന്നുണ്ട്. ഇപ്പോൾ ദേ രാവിലെ ആയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ആദ്യം എണീക്കുന്നത് നമ്മുടെ ജെയ്ക്കാണ്. കാരണം മറ്റൊന്നുമല്ല, ഇന്നലെ കഴിച്ച ആ ഒരു ബിസ്ക്കറ്റ് അവന് പണി കൊടുത്തിട്ടുണ്ട്. അത് പഴകിയതായിരിക്കണം. അതുകൊണ്ട് തന്നെ അവന് കക്കൂസി പോകാനായിട്ട് മുട്ടിയിട്ടുണ്ട്. അങ്ങനെ മരക്കമ്പളൊക്കെ മാറ്റിയതിന് ശേഷം ഇവരുടെ കക്കൂസിൻ്റെ അടുത്തേക്ക് പോവാണ്. കക്കൂസ് എന്ന് പറയുന്നത് ചുമ്മാ ഒരു ഹോളാണ്. അതിൽ കയറിയിരിക്കണം. എന്നിട്ട് കറക്റ്റ് ഹോളിലൂടെ തന്നെ ഇടണം. അങ്ങനെ കാര്യം നല്ല ഭംഗിയായിട്ട് സാധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറകിൽ നിന്ന് ആരൊക്കെയോ വരുന്നതായിട്ട് അവൻ കാണുന്നത്. പെട്ടെന്ന് തന്നെ അവൻ കഴുകിയിട്ട് വേഗം വീട്ടിലേക്ക് ഓടിപ്പോവാണ്. എന്നിട്ട് അച്ഛനോടും പെങ്ങളോടും കാര്യം പറഞ്ഞു. അപ്പോഴേക്കും അച്ഛനാണെന്നുണ്ടെങ്കിൽ എല്ലാ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വരുന്നവന്മാർ മൊത്തം കാനിബൽസ് ആണ്. അതായത് ഇവരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഭക്ഷണമാക്കും. അങ്ങനെ ഈ വീടിൻ്റെ പുറകിലൂടെ ഇവർ പുറത്തേക്ക് കിടക്കുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കക്കൂസ് ഉണ്ടായിരുന്നല്ലോ, ആ കക്കൂസിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ ജെയ്ക്കിനോടും അനിയത്തിയോടും ഒളിക്കാനായിട്ട് പറയുകയാണ്. എന്നിട്ട് ഇവരുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്ന ഈ അച്ഛനെയാണെന്നുണ്ടെങ്കിൽ കാനിബൽസ് എല്ലാവരും കൂടി ചേർന്ന് വട്ടമിട്ട് ഇപ്പം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ 2 എണ്ണത്തിനെ പുള്ളിക്കാരൻ തീർക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവന്മാരൊക്കെ വന്നിട്ട് ഈ അച്ഛനെ ഇല്ലാതാക്കുകയാണ്. ഇതെല്ലാം തന്നെ ഇവർ ഈ ഒരു കക്കൂസ് ടാങ്കിൽ ഇരുന്നിട്ട് കാണുന്നുണ്ട്. ഈ കാനിബൽസിൻ്റെ ലീഡറിനെയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ ഇവരുടെ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബാഗൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ആ ഒരു മരുന്നൊക്കെ എടുക്കുന്നുണ്ട്.
കാണിക്കുന്നുണ്ട്. ജെയ്ക്കിന്റെ അനിയത്തിക്ക് ആ ഒരു മുറിവ് ഉണങ്ങാനായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്സും മറ്റൊക്കെ അതിലാണ് ഉണ്ടായിരുന്നത്. അതെല്ലാം പുള്ളിക്കാരൻ എടുക്കുന്നുണ്ട്. അതോടുകൂടി ജെയ്ക്കിന് ദേഷ്യം പിടിക്കുന്നുണ്ട്. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവന്മാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇവരെ തീർത്ത് കളയും. അതുകൊണ്ട് തന്നെ ജെയ്ക്കും പെങ്ങളും മിണ്ടാതെ തന്നെ ഇരുന്നു. ഈ വില്ലനാണെന്നുണ്ടെങ്കിൽ കക്കൂസിന്റെ ഹോളിലോട്ട് തലയിട്ടൊക്കെ നോക്കുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് അയാൾക്കൊന്നും മനസ്സിലായില്ല. ഈ കാനിബൽസ് ഒക്കെ പോയതിനു ശേഷം ജെയ്ക്ക് ആ പഴയ വീട്ടിലേക്ക് വന്ന് നോക്കുകയാണ്. എല്ലാം തരിപ്പണമാക്കിയിട്ടാണ് അവന്മാർ പോയിട്ടുള്ളത്. അപ്പോഴാണ് ജെയ്ക്കിനൊരു കാര്യം മനസ്സിലാവുന്നത്. അവൻ അന്ന് കഴിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബിസ്ക്കറ്റിന്റെ കവർ ദേ ഇവിടെ കിടക്കുന്നുണ്ട്. അവന്മാര് ഈ ഒരു ബിസ്ക്കറ്റിന്റെ കവർ മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് അവന്റെ അച്ഛന്റെ മരണത്തിന് താനും ഉത്തരവാദിയാണെന്ന് അവന് മനസ്സിലായി. ഇന്നും കൂടി കഴിക്കാനുള്ള മരുന്ന് മാത്രമാണ് അനിയത്തിക്കുള്ളൂ. സ്വന്തം അനിയത്തിയെ കൊന്നു കളഞ്ഞാലോ എന്ന് വരെ നമ്മുടെ ജെയ്ക്കിന് തോന്നുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് അതിനൊന്നും സാധിക്കില്ലായിരുന്നു. അവളാണെന്നുണ്ടെങ്കിൽ ബോധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജെയ്ക്കാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന തുണിയും മറ്റുമൊക്കെ എടുത്തിട്ട് കാലിൽ കെട്ടുന്നുണ്ട്. കാരണം ഷൂവും മറ്റും ഒക്കെ ഈ കാനിബൽസ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അനിയത്തി നല്ല ഉറക്കമായിട്ടുണ്ട്. അവൻ അവിടെ ഇരുന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. ബാക്കി അനിയത്തിയുടെ അടുത്ത് തന്നെ വെക്കുന്നുണ്ട്. അവൻ അവിടെ നിന്നും ഇറങ്ങാനുള്ള പ്ലാനാണ്. എങ്ങനെയെങ്കിലും ഈ ഒരു കാനിബൽസിനെ കണ്ടെത്തിയിട്ട് ആ ഒരു മരുന്ന് കൈക്കലാക്കണം. എന്നിട്ട് അനിയത്തിക്ക് കൊണ്ടുവന്ന് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ അനിയത്തി വേദന കൊണ്ട് പൊളഞ്ഞു മരിക്കുന്നത് അവന് കാണേണ്ടതായിട്ട് വരും. അങ്ങനെ ഈ ഒരു മരച്ചെടികളൊക്കെ ആ ഒരു വീടിന് മുകളിൽ വെച്ചിട്ട് അവൻ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. ജെയ്ക്കിൻ്റെ അനിയത്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേദന കൊണ്ട് തളർന്നുറങ്ങിപ്പോയിട്ടുണ്ട്. ഇതേസമയം ജെയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തണുപ്പത്ത് ഇങ്ങനെ വിറങ്ങലിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ഒരുപാട് ദൂരം ഈ ഒരു കാനിബൽസ് പോയ വഴിയെ തന്നെ ട്രാക്ക് ചെയ്ത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അധിക നേരം അവന് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയില്ല. തണുത്ത് ഉറഞ്ഞിട്ട് അവൻ അവിടെ വീണ് പോകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജെയ്ക്ക് ഇപ്പോൾ ബോധം കെട്ട് അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ഇതേ സമയം അനിയത്തിയാണെന്നുണ്ടെങ്കിൽ എണീറ്റ് നോക്കുമ്പോൾ അവിടെ ജെയ്ക്കിനെ കാണാനില്ല. അവൾക്കാകെ ടെൻഷൻ ആവുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നോക്കുമ്പോൾ വലിയ വലിയ മരങ്ങളൊക്കെ നമ്മുടെ ജെയ്ക്ക് ആ ഒരു വീടിന്റെ മുകളിലായിട്ട് വെച്ചുള്ളതുകൊണ്ട് തന്നെ അവൾക്ക് പുറത്തേക്ക് ഇറങ്ങാനും പറ്റുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ നമ്മുടെ ജെയ്ക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ പയ്യനെ കാണുന്നുണ്ട്. ആ പയ്യനാണെന്നുണ്ടെങ്കിൽ ജെയ്ക്കിനെ കണ്ടതോട് കൂടിയിട്ട് പേടിച്ച് ഓടുന്നുണ്ട്. ജെയ്ക്കാണെന്നുണ്ടെങ്കിൽ ഈ പയ്യൻ പോയ വഴിയെ തന്നെ പോയി നോക്കുകയാണ്. പയ്യനാണെന്നുണ്ടെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലുണ്ടായിരുന്ന റൂമിൽ കയറി വാതിലടച്ചു. പക്ഷേ നമ്മുടെ ജെയ്ക്ക് അത് തള്ളി തുറന്നുകൊണ്ട് അവിടെ കിടന്നിരുന്ന ഒരു വൃദ്ധന്റെ ജാക്കറ്റും പാന്റും ഒക്കെ പിടിച്ചു വാങ്ങുന്നുണ്ട്. ആ പയ്യനും വൃദ്ധനും ഇവിടെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇപ്പോൾ അവൻ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. കാനിബൽസ് പോയ അതേ വഴിയിൽ അവൻ പോയപ്പോൾ അവര് ക്യാമ്പ് ഫയർ നടത്തിയിരുന്ന സ്ഥലം നമ്മുടെ ജെയ്ക്ക് കാണുന്നുണ്ട്. അതിനടുത്തായിട്ട് തന്നെ അവന്റെ അച്ഛന്റെ അസ്ഥിയും മറ്റുമൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അവൻ ആ ഒരു റിമൈൻസും മറ്റുമൊക്കെ എടുത്തിട്ട് ഒരു മരത്തിനടിയിലായിട്ട് കുഴിച്ചിടുന്നുണ്ട്. ശേഷം കുറച്ചു നേരം അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതായത് അവന്റെ അച്ഛന്റെ ശരീരം പോലും ഈ ഒരു കാനിബൽസ് വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. അവിടെ മൊത്തം ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു. ഈ കാനിബൽസ് പോയ ട്രാക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവന് കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. അങ്ങനെ അവിടെ കണ്ട ഒരു വലിയ മരത്തിന് മുകളിലേക്ക് ജേക്ക് കയറി നോക്കുകയാണ്. ശേഷം അവൻ അങ്ങ് അകലെയായിട്ട് ഈ ഒരു കാനിബൽസ് ഇപ്പോൾ ക്യാമ്പ് ഫയറും മറ്റും, അതായത് അവരിപ്പോൾ എവിടെയാണോ തമ്പടിച്ചിരിക്കുന്നതെന്നൊക്കെ കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ജെയ്ക്കാണെന്നുണ്ടെങ്കിൽ കാല് വഴുതിയിട്ട് ആ ഒരു മരത്തിൽ നിന്ന് താഴേക്ക് വീഴാണ്. എന്തോ കാരണന്മാർ ചെയ്ത പുണ്യം എന്ന് പറയാം. നമ്മുടെ ജെയ്ക്കിന് കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും തന്നെ പറ്റിയില്ല. ചെറിയൊരു സ്ക്രാച്ച് മാത്രമേ അവന് പറ്റിയുള്ളൂ. അപ്പോഴേക്കും സന്ധ്യയാവാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ചെന്നായ്ക്കള് ഇറങ്ങുന്ന സമയമാണ്. കാനിബൽസിന് പോലും ഇപ്പൊ ഈ ഒരു ചെന്നായ്ക്കളെ പേടിയാണ്. ഈ ഒരു ചെന്നായ്ക്കളുടെ വരവ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ജെയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന വിറകുകൾ മൊത്തം കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ചെന്നായ്ക്കളെ നേരിടാനായിട്ട് അവൻ തയ്യാറെടുക്കുകയാണ്. നേരെ നല്ലോണം ഇരുട്ടിയപ്പോൾ ആ ചെന്നായ്ക്കൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവൻ അവിടെ ഉണ്ടായിരുന്ന ആ വിറകുകൊള്ളികളൊക്കെ എടുത്തിട്ട് ഈ ചെന്നായ്ക്കൾക്ക് നേരെ വീശിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വഴിയും അവൻ്റെ മുമ്പിലില്ല. ഈ ചെന്നായ്ക്കളാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേടിയുള്ളതുകൊണ്ട് തന്നെ അവനെ ആക്രമിക്കാനായിട്ട് മുതിരുന്നുമില്ല. അങ്ങനെ ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. വീണ്ടും അവൻ ഈ ഒരു കാനിബൽസിനെ തേടി ഇപ്പോൾ യാത്ര തുടങ്ങുകയാണ്. അങ്ങ് ദൂരെയായിട്ട് ഒരു ടെൻറ്റ് അവൻ കാണുന്നുണ്ട്. ആ ഒരു ടെൻറ്റിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവൻ കല്ലെറിഞ്ഞ് നോക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അത് തുറന്ന് നോക്കിയപ്പോൾ അതിനുള്ളിൽ ഒരു അസ്ഥി കൂടെ ഉണ്ടായിരുന്നു. ഒപ്പം ഒരുപാട് സാമഗ്രികൾ, ടോർച്ച്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം. അതിനുള്ളിൽ ഒരു കുപ്പി ഉണ്ടായിരുന്നു. അതിനുള്ളിൽ ഒരു തരി പോലും വെള്ളം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവൻ വീണ്ടും യാത്ര തുടർന്നു. പുറത്തേക്ക് നോക്കിയപ്പോൾ ആ ഒരു പയ്യനെ അവൻ വീണ്ടും കണ്ടു. അവനെ അടുത്തേക്ക് ഇവൻ വിളിച്ചെങ്കിലും ആ ചെറിയ പയ്യൻ നമ്മുടെ ജെയ്ക്കിനെ കണ്ടതോട് കൂടിയിട്ട് ഓടി രക്ഷപ്പെടുകയാണ്. കാരണം നേരത്തെ അവൻ്റെ അപ്പൂപ്പൻ്റെ കോട്ടും സൂട്ടും ഒക്കെ ഇവ അടിച്ചു മാറ്റിയിട്ടാണല്ലോ പോന്നിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ പിന്നെ ആ പയ്യനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവൻ എങ്ങോട്ടേക്കോ ഓടി മറയുന്നുണ്ട്. ജെയ്ക്ക് ആ ടെന്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വീണ്ടും യാത്ര തുടർന്നു. അപ്പോഴാണ് ഒരു അരുവിയിൽ ചോര ഇങ്ങനെ ഒഴുകിപ്പോകുന്നവൻ കാണുന്നത്. ജെയ്ക്ക് സൗണ്ട് ഒന്നും ഉണ്ടാക്കാണ്ട് പോയി നോക്കിയപ്പോൾ ഈ ഒരു കാനിബൽസിന്റെ ലീഡർ ഉണ്ടായിരുന്നില്ലേ, പുള്ളിക്കാരന്റെ ഭാര്യ അവരുടെ മൂർച്ചയേറിയ കത്തിയും മറ്റുമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജെയ്ക്കാണെന്നുണ്ടെങ്കിൽ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഈ ഒരു സ്ത്രീയെ പിന്തുടർന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കാനിബൽസിന്റെ ആ ഒരു ക്യാമ്പിംഗ് സൈറ്റ് നമ്മുടെ ജെയ്ക്കിന് മനസ്സിലായി. ഈ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ബാഷ്പീകരിക്കുന്ന സാധനം ഉപയോഗിച്ചിട്ട് വെള്ളമൊക്കെ ഇപ്പോൾ ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ബാക്കിയുള്ളവരെല്ലാവരും തന്നെ അതിനടുത്തുണ്ടായിരുന്ന ഒരു വാനിൽ കിടന്നുറങ്ങുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ മറ്റെന്തോ ആവശ്യത്തിനായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ആ തക്കത്തിന് നമ്മുടെ ജെയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു ടെന്റിന്റെ അടുത്തേക്ക് സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ ചെല്ലുകയാണ്. എന്നിട്ട് ഇവരുടെ ബാഗും മറ്റുമൊക്കെ പരിശോധിച്ച് നോക്കുന്നുണ്ട്. ആ ഒരു മെഡിസിൻ എവിടെയും അവന് കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. പെട്ടെന്നാണ് ആ ഒരു സ്ത്രീ വന്നിട്ട് നമ്മുടെ ജെയ്ക്കിനെ ആക്രമിക്കുന്നത്. അവൻ എന്തോ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അവിടെ ഒരു കണ്ണാടി ഉള്ളത് കൊണ്ട് മാത്രമാണ് അവനെ ഈ ഒരു മഴ കൊണ്ട് ആക്രമിക്കാൻ വരുന്നത് ഇവൻ കണ്ടത്. ബാക്കിയുള്ളവരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും വേട്ടയ്ക്കും മറ്റുമായിട്ട് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. മറ്റൊരു വഴിയില്ലാതായപ്പോൾ ഈ സ്ത്രീയുടെ തലക്കിട്ടിട്ട് നമ്മുടെ ജെയ്ക്ക് ഒരു കല്ലെടുത്ത് അങ്ങോട്ട് പണി കൊടുക്കുന്നുണ്ട്. ശേഷം അവൻ ഈ ഒരു വാനിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ആ മെഡിസിനും മറ്റൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങ് ദൂരെ നിന്ന് ഈ വേട്ടയ്ക്ക് പോയന്മാരൊക്കെ തിരിച്ചു വരുന്നത് അവൻ കാണുന്നത്. അടുത്തുണ്ടായിരുന്ന ഒരു താഴ്ചയിലുള്ള ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിൻ്റെ മടയിലേക്ക് ഇവനീ ഒരു സ്ത്രീയുടെ മൃതദേഹം ഇടുന്നുണ്ട്. അതിനുശേഷം കുറേ കരിയിലകളും മറ്റുമൊക്കെ ഇട്ടിട്ട് ഈ ഒരു സ്ത്രീയെ കാണാൻ പറ്റാത്ത രീതിയിലേക്ക് അവൻ ആക്കുന്നുണ്ട്. ശേഷം ഈ ഒരു കാനിബൽസ് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്ന് ഇവൻ നോക്കുന്നുണ്ട്. ഈ കാനിബൽസ് വന്നത് വെറും കൈയോടെ ആയിരുന്നില്ല. നേരത്തെ കണ്ട ആ ഒരു ചെറിയ പയ്യനുണ്ടായിരുന്നില്ലേ, ആ പയ്യനെയും പിടിച്ചു കെട്ടിയിട്ടായിരുന്നു. ഇവിടെ എന്തോ നടന്നിട്ടുണ്ടെന്ന് ഈ ഒരു ക്യാമ്പ് ലീഡർക്ക് മനസ്സിലായി. തൻ്റെ ഭാര്യയും അന്വേഷിച്ച് നോക്കിയപ്പോൾ അവിടെയും കാണാനുമില്ല. ജെയ്ക്കിൻ്റെ പെങ്ങളുടെ ആ മരുന്നുണ്ടായിരുന്നല്ലോ, ആ ഒരു മരുന്ന് അവരുടെ പരിക്കേറ്റിട്ടുണ്ടായിരുന്ന ഒരു ചിങ്കിടിക്ക് ഈ ഒരു ടീം ലീഡർ കൊടുക്കുന്നുണ്ട്. ശേഷം കാനിബൽസിന്റെ ആ ലീഡർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്വന്തം ഭാര്യയെ അന്വേഷിച്ച് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മരത്തിന്റെ തൊട്ടടുത്തൂടെ ഒക്കെ അയാൾ പോകുന്നുണ്ട്. ഉടൻ തന്നെ നമ്മുടെ ജെയ്ക്ക് അവിടെ താഴ്ന്നു കിടക്കുന്നുണ്ട്. ഇതേ സമയം ജെയ്ക്കിന്റെ പെങ്ങളാണെന്നുണ്ടെങ്കിൽ വേദന സഹിക്കാൻ പറ്റാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ആ ഒരു മുറിവ് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. കാനിബൽസിന്റെ ടീം ലീഡർ ആണെന്നുണ്ടെങ്കിൽ സ്വന്തം ഭാര്യയെ പല സ്ഥലങ്ങളിലും പോയി നോക്കുന്നുണ്ട്. നേരത്തെ പുള്ളിക്കാരി ആ ഒരു കത്തി കഴുകാനായിട്ട് പോയിട്ടുണ്ടായിരുന്ന അരുവിയില്ലേ, അവിടെയൊക്കെ പോയി നോക്കിയെങ്കിലും അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഉടൻ തന്നെ ഈ ഒരു ക്യാമ്പ് ലീഡർ നേരെ ക്യാമ്പ് സൈറ്റിലേക്ക് പോയിട്ട് എല്ലാവരുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ എല്ലാവരും ആ ഒരു പെണ്ണിനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ജെയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കരിയിലകൾ ഈ ഒരു മൃതദേഹത്തിന്റെ മുകളിലേക്ക് ഇടുന്നുണ്ട്. ശേഷം അവിടെ നിന്ന് ഓരോരുത്തരായിട്ട് പോകുന്നതൊക്കെ ശ്രദ്ധിക്കുകയാണ്. ഇവന്മാരുടെ മൂക്കിൻ തുമ്പത്ത് തന്നെ ഇവൻ കിടപ്പുണ്ട്. പക്ഷെ ഈ മണ്ടന്മാർക്ക് അത് മനസ്സിലായില്ല. ഒന്നാമത് ഇവൻ കിടക്കുന്ന ആ ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ കുറച്ച് താഴ്ചയിലാണ്. പെട്ടെന്നൊന്നും ഇവന്മാർക്ക് കാണാനായിട്ട് പറ്റില്ല. എല്ലാവരും ക്യാമ്പ് ലീഡറിന്റെ ഭാര്യയെ തെരഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവിടെ ഉള്ളത് ആ ഒരു പരിക്കേറ്റിട്ടുള്ള ഒരു മനുഷ്യനും അതുപോലെ തന്നെ ആ ഒരു ചെറിയ കുട്ടിയുമാണ്. നമ്മുടെ ജെയ്ക്ക് അങ്ങനെ എഴഞ്ഞെഴഞ്ഞ് ആ ഒരു ക്യാമ്പ് സൈറ്റിലേക്ക് ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പരിക്കേറ്റിട്ടുണ്ടായിരുന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു വാനിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നത് നമ്മുടെ ജെയ്ക്ക് കാണുന്നുണ്ട്. ഉടൻ തന്നെ നമ്മുടെ ജെയ്ക്കാണെന്നുണ്ടെങ്കിൽ ഈ കാനിബൽസ് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന ആ പയ്യനുണ്ടായിരുന്നില്ലേ, അവൻ്റെ കെട്ടുകളൊക്കെ അഴിച്ചു വിട്ടതിന് ശേഷം അവനെ അവിടെ നിന്ന് മോചിപ്പിച്ച് വിടുകയാണ്. എന്നിട്ട് ജെയ്ക്ക് ആ ഒരു കാനിബൽസിൻ്റെ ലീഡർ ആ ഒരു മരുന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പെട്ടി ഇപ്പോൾ ചവിട്ടി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തുറക്കാനായിട്ട് ഇവന് പറ്റുന്നേയില്ല. അപ്പോഴാണ് ദൂരെ നിന്ന് എല്ലാ കാനിബൽസും ഈ ഒരു സ്ത്രീയെ തെരഞ്ഞിട്ട് കണ്ടു കിട്ടാത്തതിനെ തുടർന്ന് തിരിച്ചു വരുന്നത് നമ്മുടെ ജെയ്ക്ക് കാണുന്നത്. അവന് അവരുടെ അടുത്തുണ്ടായിരുന്ന ആ ഒരു വാൻ ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ അടിയിലായിട്ട് ഇപ്പോൾ ഒളിച്ചിരിക്കുകയാണ്. ഈ ഒരു മെയിൻ ലീഡർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പെട്ടിയിലേക്ക് നോക്കുമ്പോൾ പെട്ടിയുടെ പൂട്ടും മൊത്തം മണ്ണ് കിടക്കുന്നത് അയാൾ കാണുന്നുണ്ട്. അപ്പോൾ ആരോ ഈ ഒരു പെട്ടി തുറക്കാനായിട്ട് വന്നിട്ടുണ്ടെന്ന് ഇയാൾക്ക് മനസ്സിലായി. മറ്റുള്ള കാനിബൽസിൻ്റെ അടുത്ത് ഈ ഒരു മെയിൻ ലീഡർ പോയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി നമ്മുടെ ജെയ്ക്കിൻ്റെ പെങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിശന്ന് വരഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് വെള്ളം കൂടി ഉണ്ടായിരുന്നു, അതെടുത്ത് കുടിക്കുന്നുണ്ട്. ശേഷം അവൾ അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യുകയാണ്. ആ സ്ത്രീയുടെ ശരീരം ഇവർ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് അത് ദഹിപ്പിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ജെയ്ക്ക് ആ വാഹനത്തിൻ്റെ അടിയിൽ നിന്നുകൊണ്ട് കാണുന്നുണ്ട്. ഒപ്പം മറ്റൊരു കാഴ്ചയും കൂടി അവൻ കണ്ടു. ഈ ഒരു ക്യാമ്പിൻ്റെ മെയിൻ ലീഡറുടെ കഴുത്തിലായിട്ട് ഒരു താക്കോല് തൂങ്ങിക്കിടക്കുന്നത് കണ്ടു. അതാണ് ആ ഒരു പെട്ടിയുടെ താക്കോലെന്ന് നമ്മുടെ ജെയ്ക്ക് മനസ്സിലാക്കി. ഈ കാനിബലിൻ്റെ ലീഡറിനാണെന്നുണ്ടെങ്കിൽ അടങ്ങാത്ത പകയുണ്ടായിരുന്നു. അത്രയധികം താൻ സ്നേഹിച്ച ഭാര്യയെ കൊലപ്പെടുത്തിയത് ആരാണെന്ന് അയാൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ നേരം ഇപ്പോൾ പുലർച്ചെയായിട്ടുണ്ട്. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. നമ്മുടെ ജെയ്ക്ക് ഒച്ചയൊന്നും ഉണ്ടാക്കാതെ ആ വാനിൻ്റെ താഴെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ക്യാമ്പർ വാൻ തുറക്കാനായിട്ട് പോവാണ്.
അവൻ ആദ്യം ഒട്ടും തന്നെ ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ തൻ്റെ പെങ്ങളുടെ അവസ്ഥ അവൻ മനസ്സിലാലോചിച്ചിട്ട് ആ ഒരു ക്യാമ്പർ വാൻ്റെ വാതിൽ പതിയെ അവൻ തുറക്കുകയാണ്. ശേഷം അകത്തോട്ട് കയറി. കാനിബൽസിൻ്റെ മെയിൻ ലീഡർ അടക്കം എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അവനൊരു തീപ്പെട്ടി കത്തിച്ചിട്ട് അത് ആരൊക്കെയാണെന്ന് കിടക്കുന്നതെന്ന് മനസ്സിലാക്കി. ശേഷം മെയിൻ ലീഡറിൻ്റെ അടുത്തേക്ക് അവൻ ചെല്ലുകയാണ്. ആ ഒരു തീപ്പെട്ടി കത്തിച്ചുകൊണ്ട്. ആരും തന്നെ ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സൂത്രത്തിൽ ആ ഒരു താക്കോൽ അവൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് പതിയെ ഡോറും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ആ ഒരു ഡോറ് ലോക്കും ചെയ്യുന്നുണ്ട്. ശേഷം ആ ഒരു വലിയ പെട്ടി അവൻ തുറക്കുകയാണ്. അതിനുള്ളിലായിട്ട് മനുഷ്യന്റെ ശരീരഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഒരുപാട് മനുഷ്യരുടെ വസ്തുക്കളും മാലകളും സ്വർണങ്ങളും എല്ലാം തന്നെ. അതിൻ്റെ ഇടയിലായിട്ട് തന്നെ ആ ഒരു മരുന്ന് അവന് കണ്ടെടുക്കാനായിട്ട് ഇപ്പോൾ പറ്റിയിട്ടുണ്ട്. അവൻ ഒരുപാട് സന്തോഷമായി. ആ വലിയ പെട്ടിയുടെ പൂട്ടെടുത്തിട്ട് ഇപ്പോൾ ആ വാനിൻ്റെ മെയിൻ ഡോർ അവൻ ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പതിയെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ചരടിൽ അവൻ്റെ കാല് തട്ടുന്നുണ്ട്. അതോട് കൂടിയിട്ട് കാനിബൽസ് എല്ലാവരും കണ്ണു തുറന്നിരിക്കുകയാണ്. ജെയ്ക്ക് ഓടടാ ഓട്ടം. അവൻ വന്ന ആ ഒരു അരുവിയുടെ സൈഡ് പിടിച്ച് തന്നെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജെയ്ക്കിൻ്റെ പെങ്ങളെയാണ്. അവൾ ഉറക്കമുണർന്ന് നോക്കുമ്പോൾ ചെന്നായ്ക്കളുടെ സൗണ്ട് അവൾ കേൾക്കുന്നുണ്ട്. അവൾ പുറത്തേക്ക് നോക്കി. അപ്പോഴേക്കും ഒരുപാട് ചെന്നായ്ക്കൾ ഈ ഒരു വീട് ലക്ഷ്യമാക്കിക്കൊണ്ട് വരുന്നത് അവൾ കാണുന്നുണ്ട്. ഇതേ സമയം ആ ഒരു കാനിബൽസിന്റെ ലീഡറാണെന്നുണ്ടെങ്കിൽ അരിശമോത്തിട്ട് ജെയ്ക്കിനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവരുടെ കൂട്ടത്തിൽ വയ്യാതെ ഒരുത്തനുണ്ടായിരുന്നല്ലോ, അയാളെയും ഈ ഒരു ക്യാമ്പിന്റെ ലീഡർ തീർത്ത് കളയുന്നുണ്ട്. ഈ കാനിബൽസിന്റെ കൂട്ടത്തിലുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ജെയ്ക്കിനെ പിടിച്ചില്ല എന്ന മട്ടിൽ നിൽക്കുകയാണ്. ചെന്നായ്ക്കളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവന്റെ പെങ്ങളുടെ അടുത്തുനിന്ന് പോയിട്ടുണ്ട്. ഇതേ സമയം ജെയ്ക്കാണെന്നുണ്ടെങ്കിൽ ഓടടാ ഓട്ടമാണ്. ഇവർക്ക് ആർക്കും തന്നെ ജെയ്ക്കിന്റെ ഒപ്പം എത്താനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ പല കുറുക്കു വഴികളിലൂടെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ദൂരം പോയതിന് ശേഷം അവൻ നേരത്തെ ആ ഒരു അപ്പൂപ്പൻ്റെ കോട്ടും മറ്റുമൊക്കെ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ആ ഒരു പയ്യനെയും അപ്പൂപ്പനെയും കാണാനായിട്ട് ആ ഒരു വീടിനകത്തേക്ക് അവൻ പോയി നോക്കുമ്പോൾ നേരത്തെ കണ്ട ആ വയസ്സായ വൃദ്ധനെ ആരോ കഥ കഴിച്ചിട്ടിരിക്കുന്നതാണ് നമ്മുടെ ജെയ്ക്കിന് കാണാനായിട്ട് പറ്റുന്നത്. അവനാകെ തളർന്നു പോയിരുന്നു. അവൻ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത്. പെട്ടെന്നാണ് ആ ഒരു കാനിബൽസ് ഇവനെ കണ്ടെത്തിയിട്ട് ഇവൻ്റെ പുറകിലൂടെ വന്നിട്ട് അവൻ്റെ തലക്കിട്ടിട്ട് ഒരു പണി കൊടുക്കുന്നത്. അതോടുകൂടി നമ്മുടെ ജെയ്ക്കിന് ബോധം നഷ്ടപ്പെടുന്നു. പിന്നീട് അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവനെ വലിച്ചഴച്ചുകൊണ്ട് പോകുന്നതാണ് കാണുന്നത്. ജെയ്ക്കിൻ്റെ കോട്ടും സൂട്ടും ചെരുപ്പും എല്ലാം തന്നെ ഇവർ കൈക്കലാക്കിയിട്ട് അവനെ ഇന്ന് കൊന്നു ഭക്ഷിക്കാനായിട്ടാണ് ഈ കാനിബൽസിന്റെ പ്ലാന്. കാനിബൽസിന്റെ മെയിൻ ലീഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജെയ്ക്കിന്റെ ഫാമിലി ഫോട്ടോ എടുത്തിട്ട് അവന്റെ മുൻപിലിട്ടിട്ട് അത് കത്തിച്ച് കാണിക്കുകയാണ്. ജെയ്ക്ക് ആകെ തളർന്നു പോയിരുന്നു. ഒന്നാമത്തത് കൊടും തണുപ്പ്, പിന്നെ അതുപോലെ തന്നെ ഇവന്മാരെല്ലാവരും തന്നെ ഭക്ഷിക്കാൻ പോവുകയാണെന്നുള്ള ആ ഒരു തിരിച്ചറിവും. പക്ഷേ ദൈവത്തിന്റെ കളി എന്ന് തന്നെ പറയാം. അവന്റെ അടുത്തായിട്ട് തന്നെ ഒരു വിസിൽ കിടക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ജെയ്ക്ക് വായ കൊണ്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ആ ഒരു വിസിലങ്ങോട്ട് ഊതുകയാണ്. അതോട് കൂടിയിട്ട് ആ നരഭോജി ചെന്നായ്ക്കൾ ഇപ്പോൾ ഇവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വഴിയുമില്ലാതെ ഈ കാനിബൽസ് നമ്മുടെ ജെയ്ക്കിനെ അവിടെ ഇട്ട് കൊടുത്തിട്ട് അവർ ഓടിപ്പോകുന്നുണ്ട്. ജെയ്ക്കാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കാലിലെ കെട്ടുകളൊക്കെ അഴിച്ചിട്ട് അവിടെ മറഞ്ഞിരിക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്ന ചെന്നായ്ക്കൾ അവനെ കണ്ടില്ല. ബാക്കിയുള്ള എല്ലാവരെയും തന്നെ തീർത്ത് കളയാനായിട്ട് ഇപ്പോൾ ചെന്നായ്ക്കൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാനിബൽസിൻ്റെ ലീഡർ ആണെന്നുണ്ടെങ്കിൽ ഒരു ചതിയനായിരുന്നു. അങ്ങേരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളുടെ കാലിനിട്ടിട്ട് അയാൾ ഒരു പണി കൊടുക്കുന്നുണ്ട്. അയാളാണെന്നുണ്ടെങ്കിൽ നിലത്ത് വീഴുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെന്നായ്ക്കളൊക്കെ കൂടി വന്നിട്ട് അയാളെ തീർത്ത് കളയുകയാണ്. എന്നിട്ട് ഈ ഒരു ക്യാമ്പ് ലീഡർ ആണെന്നുണ്ടെങ്കിൽ അത് നോക്കി നിൽക്കുന്നുണ്ട്. ശേഷം വീണ്ടും അയാൾ തിരിച്ചു വരികയാണ് നമ്മുടെ ജെയ്ക്കിനെ തേടിയിട്ട്. പക്ഷേ അപ്പോഴേക്കും ജെയ്ക്ക് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കാനിബൽസ് എല്ലാവരും കൂടി ചേർന്നിട്ട് വീണ്ടും ജെയ്ക്കിനെ തിരയാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ജെയ്ക്ക് ഇപ്പോൾ ഒരു മരത്തിനരികിലായിട്ട് ഇരിക്കുന്നത് കാണുന്നുണ്ട്. പതിയെ അയാൾ ഒച്ച ഒന്നും ഉണ്ടാക്കാതെ ജെയ്ക്കിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തേക്ക് വന്നപ്പോൾ ഒന്നും തന്നെ കാണാനില്ല. ഒരു കോട്ട് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് ജെയ്ക്കിൻ്റെ ഒരു അടവായിരുന്നു. അവിടെ കോട്ട് ഊരി വെച്ചതിന് ശേഷം അയാളെ ഇപ്പോൾ അവൻ തീർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും നമ്മുടെ ജെയ്ക്കിന് അയാളെ തോൽപ്പിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കാനിബൽസിന്റെ കൂട്ടത്തിലെ മറ്റൊരുത്തനാണെന്നുണ്ടെങ്കിൽ ഇപ്പം അമ്പും വില്ലും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ കൂട്ടത്തിൽ ഒരുത്തൻ ജെയ്ക്കിനെയും വലിച്ചുകൊണ്ട് വരുന്നത് കാണുന്നത്. സത്യത്തിൽ ജെയ്ക്ക് ആ ഒരു മനുഷ്യൻ്റെ കോട്ടിട്ട് നിൽക്കുകയായിരുന്നു. ഈ ഒരു കാനിബൽ അടുത്തേക്ക് വന്നപ്പോൾ തന്നെ നമ്മുടെ ജെയ്ക്കാണെന്നുണ്ടെങ്കിൽ അവനെ തീർത്ത് കളയുന്നുണ്ട്. ശേഷം ആ ഒരു കാനിബലിന്റെ ആയുധമായിട്ടുള്ള അമ്പ് വില്ലും അവൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മെയിൻ ലീഡറുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അയാളുടെ കാലിനിട്ട് തന്നെ ഒരു അമ്പ് ചെയ്യുന്നുണ്ട്. അതോട് കൂടിയിട്ട് ഇപ്പോൾ അയാളുടെ കാലിൽ നല്ല പരിക്കേൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചെന്നായ്ക്കൾ വരുന്നുണ്ടായിരുന്നു. രണ്ടാമതും ജെയ്ക്ക് അമ്പ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അമ്പും വില്ലും മൊത്തത്തിൽ അങ്ങോട്ട് പൊട്ടിപ്പോയി. അതോടുകൂടി ഈ ഒരു ക്യാമ്പിന്റെ ലീഡർ ഇപ്പോൾ അവൻ്റെ പിന്നാലെ ഓടുകയാണ്. പുറകെ ഒരുപാട്
ഒരുപാട് ചെന്നായ്ക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ ചെന്നായ്ക്കളെല്ലാവരും കൂടി ചേർത്തിട്ട് ഈ ഒരു കാനിബൽ ലീഡറിൻ്റെ കഥ അപ്പം തന്നെ കഴിക്കുന്നുണ്ട്. അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ ജെയ്ക്കാണെന്നുണ്ടെങ്കിൽ കാടും മലയും ഒക്കെ താണ്ടി ഒരു വീടിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. അവിടെ ഒരുപാട് കാട്രിഡ്ജുകളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു, അതായത് വെടിയുണ്ടകളും മറ്റുമൊക്കെ. അങ്ങനെ ആ ഒരു വീട്ടിലേക്ക് അവൻ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ കസേരയിലായിട്ട് ഒരു അസ്ഥി കൂടെ ഇരിപ്പുണ്ട്. അയാളുടെ കയ്യിലായിട്ട് ഒരു ഗണ്ണും ഉണ്ടായിരുന്നു. ആ ഒരു ഗണ്ണും എടുത്തുകൊണ്ട് ഇപ്പം അവനൊരു വീട്ടിനുള്ളിലേക്ക് കയറുകയാണ്. ആ വീട്ടിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, ഭക്ഷണവും വെള്ളവും എല്ലാം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആയുധങ്ങളും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അവന് വേണ്ട കാര്യങ്ങളൊക്കെ അവൻ എടുക്കുന്നുണ്ട്. ഫ്രഷ് വാട്ടർ കിട്ടിയപ്പോൾ അവന് സ്വർഗം കിട്ടിയ പോലെയായിരുന്നു. അങ്ങനെ നമ്മുടെ ജെയ്ക്കിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവൻ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടിനകത്തേക്ക് ആരോ കയറി വരുന്നതായിട്ട് അവന് തോന്നുന്നത്. നോക്കിയപ്പോൾ അത് നമ്മുടെ കാനിബൽസിൻ്റെ ലീഡറായിരുന്നു. അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ജെയ്ക്ക് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു തോക്ക് ഉപയോഗിച്ചിട്ട് അയാളെ വെടിവെക്കാനായിട്ട് നോക്കി. പക്ഷേ അതിൽ ഉണ്ടായിരുന്നില്ല. ശേഷം ഇവർ രണ്ടുപേരും കൂടി നല്ല കിടിലം ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജെയ്ക്ക് ഈ ഒരു കാനിബൽ ലീഡറിനെ ഒരുപാട് തവണ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവനെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുവിധം അവിടെ ഉണ്ടായിരുന്ന ഒരു ഗൺ ഉപയോഗിച്ചിട്ട് അയാൾക്ക് നേരെ വെടിയുതിർക്കുന്നു. അതോട് കൂടിയിട്ട് ഈ ഒരു കാനിബൽ ലീഡറുടെ കഥ കഴിയുകയാണ്. ശേഷം അവന് വേണ്ട ഭക്ഷണങ്ങളും മറ്റൊക്കെ എടുത്തിട്ട് നമ്മുടെ ജെയ്ക്ക് അവിടെ നിന്ന് പോകുന്ന വഴി ആ ഒരു അപ്പൂപ്പൻ്റെ വീടുണ്ടായിരുന്നില്ല, ആ ഒരു കുട്ടി ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലത്ത് ആ കുട്ടിക്ക് വേണ്ട കുറച്ച് ഭക്ഷണങ്ങളൊക്കെ കരുതി വെച്ചതിന് ശേഷമാണ് അവൻ്റെ പെങ്ങളെ തേടിയിട്ട് വീട്ടിലേക്ക് വരുന്നത്. പക്ഷേ പെങ്ങളെ നോക്കിയപ്പോൾ അവിടെ കാണാനില്ല. അവനാകെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം ഇത്രയൊക്കെ അവൻ കഷ്ടപ്പെട്ടിട്ടും തൻ്റെ പെങ്ങളിപ്പോൾ ജീവിച്ചിരിപ്പില്ലല്ലോ എന്നോർത്തിട്ട് അവനൊരു മരത്തിൻ്റെ താഴെയായിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് അവൻ്റെ പെങ്ങള് അവൻ്റെ പുറകിലായിട്ട് അവൻ്റെ തോളിൽ കൈ വയ്ക്കുന്നത്. ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. സിനിമയുടെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇയർ 10 എന്നാണ് പേര്. ഈ ഒരു സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഒറ്റ ഡയലോഗ് പോലും ഈ ഒരു സിനിമയ്ക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു പടം കാണാനായിട്ട് പറ്റും. സർവൈവൽ മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിമിട്ടൻ പടം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സിനിമ. കൂട്ടുകാർക്ക് ഇന്നത്തെ കഥ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.